ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മലബാറിന്റെ ചെറിയ മക്ക എന്നാണ് ഈ പള്ളിനെ അറിയപ്പെടുന്നത്. ആത്മീയ വൈജ്ഞാനിക ആസ്ഥാനമായിരുന്നു ഈ പള്ളി. പിന്നെ ഭയങ്കര ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് ഈ പള്ളിയിൽ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിജ്റ വർഷം 905 പള്ളി പണിതിട്ടുള്ളത്. പണ്ഡിതനും ആത്മീയാചാര്യനുമായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് ഈ പള്ളി നിർമ്മിച്ചത്. പിന്നെ ഇത് പൂർണ്ണമായും ഹിന്ദു തത്വശാസ്ത്ര രീതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നിർമ്മിച്ച ആൾക്ക് പിന്നീട് ആശാരിത്തങ്ങൾ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നെ ഇവിടെ തന്നെ കബറടക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും കേരള തത്വശാസ്ത്ര രീതിയിലാണ് ഇതിന്റെ ഘടന. പിന്നെ ഒറ്റ തടി മരങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന്റെ മുകൾ ഭാഗമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വെച്ചാൽ വിളക്കിത്തിരിക്കൽ എന്നൊരു പള്ളിതര സമ്പ്രദായം നമ്മുടെ മലബാറിൽ ആദ്യമായിട്ട് തുടങ്ങിയത് ഈ പള്ളിയിലാണ്. അപ്പൊ ഇവിടെ ഈ കാണുന്ന വിളക്കിന് ചുറ്റും ഇരുന്നിട്ടാണ് വിദ്യാർത്ഥികൾ മക്തൂബ്മാരിൽ നിന്നും വിജ്ഞാനം ആർജിച്ചിരുന്നു. ഈ പഠന രീതിക്കാണ് വിളക്കിത്തിരിക്കൽ എന്ന് പറയുന്നത്. ഇതിന്ന് കോഴ്സ് പൂർത്തിയാക്കിയ ആളുകളെയാണ് നമ്മൾ മുസ്ലിയാക്കന്മാർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പല രാജ്യത്തുനിന്നും ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ ഇവിടുന്നൊക്കെ അത് ഇവിടെ വന്നിട്ട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവര് മതപഠനത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പള്ളിയാണ്. പിന്നെ ഇതിന് പള്ളിക്ക് ഒരുപാട് വാതിലുകളാണ്. ഈ വാതിലെല്ലാം തുറന്നാൽ ഖബറിന്റെ അങ്ങോട്ടാണ് അത് ഫേസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ആളുകൾ പിന്നെ ഖുർആൻ ഓതുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഒരുപാട് എന്താ പറയാ ഒരുപാട് കബറിടങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, മക്ബറകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ വെലിയങ്കോട് ഉമർ ഖാസി, കുഞ്ഞായൻ മുസ്ലിം തുടങ്ങിയ പ്രമുഖരൊക്കെ പള്ളിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ്. പിന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പള്ളി നിർമ്മിച്ച എല്ലാം അതായത് ഈ പള്ളി നിർമ്മിച്ച ആശാരിയുടെ മക്ബറയും ഇവിടെ തന്നെയാണ്. അദ്ദേഹം പിന്നീട് ഞാൻ ആദ്യമേ പറഞ്ഞില്ല, അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുക. അപ്പൊ അത്രയും പഴക്കം ചേർന്നു ഉള്ളൊരു പള്ളിയാണ് ഇത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. പിന്നെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ സാമൂഹിക നവീകരണ ചർച്ചകളുടെയും പ്രധാന കേന്ദ്രമായിരുന്നു ഈ മസ്ജിദ്. അതാണ് പറഞ്ഞത്. വെളിയങ്കോട് ഉമർ ഖാസിയും ഒക്കെ ഭയങ്കര ബന്ധം പുലർത്തിയിരുന്നു ഈ പള്ളിയുമായിട്ട്. അങ്ങനെ എന്താ പറയാ ഈ പള്ളിയുടെ ട്രഡീഷനായിട്ട് അങ്ങനെ നിലനിർത്തുന്നുണ്ട്. ഇതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്താതെ ഇതിന്റെ തച്ചുശാസ്ത്ര രീതിയിൽ മാറ്റങ്ങളൊന്നും വരുത്താതെ അതേ രീതിയിൽ ഇന്നും പള്ളി അതായത് ഓരോ തട്ടായിട്ടാണ് പള്ളി. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നൊക്കെ പറയുന്ന പോലത്തെ പള്ളിയുടെ ഉള്ളിൽ കോണി വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്ന രീതിയിൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കിളിവാതകൾ പുറത്തോട്ട് നമുക്ക് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഞാൻ ഈ പുറത്തുനിന്ന് ഈ പള്ളി നമ്മൾ ഈ പള്ളി ആദ്യമായി കണ്ട് ഞാൻ പരിചയിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവിയിലാണ് ഈ പള്ളി ഞാൻ കണ്ടത്. അന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിന്റെ ഹൗസ് കുളമായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ എന്താ പറയാ ഇതിന്റെ ഈ പള്ളിയുടെ മുന്നിൽ തന്നെ വേറൊരു കുളമുണ്ട്. അവിടെ സ്കൂളുണ്ട്, ഒരു കുളമുണ്ട്. അവിടെ കുട്ടികൾ കളിക്കണം ഇതാക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന പള്ളിയാണ്. ലേഡീസിന് ഇവിടെ അലൗഡ് അല്ല. പിന്നെ ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. എന്റെ ബ്രദർ ഇതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് എനിക്ക് വീഡിയോസ് എടുത്തു തരികയാണ് ചെയ്തത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ പിന്നെ കണ്ടതിന് ശേഷമാണ് റബ്ബെ കയറി കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. എന്താ വെച്ചാൽ ഇതിന്റെ വാസ്തു ശില്പം എന്ന് പറയില്ലേ നമ്മള്, അത് ഭയങ്കര ഒരു ഭംഗിയാണ്. അത് കാണേണ്ടത് തന്നെയാണ്. ഒരുപാട് ഇവിടെയുള്ള ആളുകൾക്ക് ഇതിന്റെ ഒരുപാട് ഹിസ്റ്ററി പറയാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ എന്താ പറയാ പൊന്നാനി ഞങ്ങൾ കണ്ട താഴെ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ലേഡീസ് അവിടെ നിൽക്കുന്നുണ്ട്. എന്റെ ബ്രദർ എടുത്തുന്ന വീഡിയോസ് ആണ് ഇതൊക്കെ. അപ്പോ എന്താ പറയാ തീർച്ചയായിട്ടും നിങ്ങൾ പൊന്നാനിയിൽ വരുമ്പോ പൊന്നാനിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ അറിയപ്പെടാത്തൊരു സ്ഥലമാണ് പൊന്നാനി എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ മനസ്സിലായത് പൊന്നാനിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതൊക്കെ ഖബറുകളാണ്. ഒരുപാട് ആളുകൾ മരിച്ചുപോയ ഖബറുകളാണ്. പിന്നെ നമ്മൾ ഖബറുകൾ കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയുന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ നിസ്കരിക്കാൻ വരുന്നുണ്ട്. നല്ല പഴക്കം കൂടിയ ഇപ്പൊ നമ്മൾ പുറമെ കാണുന്ന പള്ളികളൊക്കെ ഭയങ്കര ലൈക്ക് ദുബായിലും പുറത്ത് വിദേശിലെ പള്ളി പക്ഷെ ഈ പള്ളി എന്തോ ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി. കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുക, നിസ്കരിക്കുക, പ്രാർത്ഥിക്കുക. അത്രയും ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും അടുത്ത് നമുക്ക് പള്ളി ഉണ്ടായിട്ട് ഇത് കണ്ടില്ല, അതുകൊണ്ട് വൻ മിസ്. നമ്മൾ എത്ര ഭംഗിയുള്ള പള്ളികൾ കണ്ടു കഴിഞ്ഞാൽ ആ പഴയ പള്ളികൾ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു കൗതുകമാണ്. ആളുകളുടെ ഇതാണ് മറവ് ചെയ്ത സ്ഥലങ്ങളാണ്. ഇത് ഞാൻ പറയുന്നില്ല. ഞാൻ ഏതൊരാളുടെ വലിയൊരു മക്ബറ പൊന്തിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്.